നിലമ്പൂരിൽ ചിത്രം തെളിയുകയാണ്. സ്വതന്ത്രന്മാർക്ക് പുറകെ പോയ CPM ഒടുവിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തൃപ്പൂണിത്തറ മുൻ MLAയുമായ M. സ്വരാജിനെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചു. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിലമ്പൂരിൽ CPM പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചിരുന്നു. പ്രചരണത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ബഹുദൂരം മുന്നേറിയിട്ടുണ്ട്. UDF PV അൻവർ പ്രശ്നം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ UDFന് കല്ലുകടിയായിട്ടുണ്ട്. അത് മറികടക്കാനുള്ള ശ്രമത്തിലാണ് UDF നേതൃത്വം. PV അൻവർ നിരുപാധികം UDFുമായി സഹകരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് PV അൻവർ ഒരടി കൂടി പിൻവാങ്ങി. ഒരു പകൽ കൂടി കാത്തിരിക്കുമെന്ന് അൻവർ അറിയിച്ചു. UDF നേതാക്കളും മറ്റു സാമുദായിക നേതാക്കളുമടക്കം ആവശ്യപ്പെട്ടതിനാലാണ് ഇന്ന് ഒരു പ്രഖ്യാപനം നടത്താതിരിക്കുന്നതെന്ന് അൻവർ പറഞ്ഞു. ഇന്ന് രാവിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്താൻ അൻവർ വാർത്താസമ്മേളനം വിളിച്ചിരുന്നു. ആ പ്രഖ്യാപനം ഇപ്പോൾ നടത്തുന്നില്ലെന്ന് പറഞ്ഞ അൻവർ UDF നേതാക്കളും ചില സാമുദായിക നേതാക്കളും ഒരു പകൽ കൂടി കാത്തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളടക്കം കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ പറയുമ്പോൾ ആ വാക്ക് മുഖവിലക്കെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നും അൻവർ അറിയിച്ചു. UDFൽ ഘടകകക്ഷിയാക്കാതെ ഇനി ചർച്ചയില്ലെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്ന് UDF യോഗം ചേരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അൻവർ ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ തീരുമാനിച്ചത്. അൻവർ ആദ്യം UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എടുത്ത സമീപനം. എന്നാൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കില്ലെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് വ്യാഴാഴ്ച വൈകിട്ട് അൻവർ മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ ഷൗക്കത്തിന് വിജയസാധ്യതയില്ലെന്നും ഷൗക്കത്തിനെ MLAയാക്കാനല്ല താൻ രാജിവെച്ചതെന്നും അൻവർ ആവർത്തിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ UDFൽ ആര് ഉത്തരവാദിത്തമേൽക്കുമെന്നും അൻവർ ചോദിച്ചു. പൊതുസമൂഹത്തെ കൂടി അറിയിച്ചുകൊണ്ട് മുന്നണി പ്രവേശം പ്രഖ്യാപിക്കണമെന്നതാണ് അൻവർ കോൺഗ്രസിന് മുന്നിൽ വെച്ച നിബന്ധന. തൃണമൂൽ കോൺഗ്രസിന് UDF പ്രവേശനം അനുവദിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരരംഗത്ത് ഇറങ്ങും എന്നാണ് വ്യാഴാഴ്ചത്തെ അൻവറിൻ്റെ നിലപാട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷമായ ആരോപണങ്ങളും ഉന്നയിച്ചു. UDFലെ ചില നേതാക്കളിൽ വിശ്വാസമില്ലാതായെന്നും അൻവർ പറഞ്ഞിരുന്നു. നിലമ്പൂരിൽ BJP മത്സരിക്കുമോ, സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിൻ്റെയൊക്കെ ഉത്തരം ഇനി കിട്ടേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും അതോടൊപ്പം PV അൻവറിനും ജീവൻ മരണ പോരാട്ടമാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്തെങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.